സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീഷദ്ദുരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥമിക്കാലമിവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോദായകൻ കൊണ്ടുപോയതു മായാ സീതാലക്ഷ്മീ ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനറിഞ്ഞാലിക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചു കൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാച്ചു പോയി ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകിടാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിദ്ധം പ്രാർത്ഥിക്ക നിമിത്തമായ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തനപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃതപുരുഷനെപ്പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ എന്നിനിങ്ങോട്ടു പോന്നു. ജാനകി തന്നെ ബലാലെന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ. കണ്ടകജാതികൾക്കെന്തോന്നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനുമഗ്രേ നിന്നുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകിത്തൂകി. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം. കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയുമുര ചെയ്താൾ എന്നോടു പലതരമിന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രക്ഷസാം പരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടചാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ
ഹാ ഹാ മൈഥിലീനാഥേ, ഹാ ഹാ ജാനകീദേവി, ഹാ ഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ, നീ വെളിച്ചത്തു വന്നീടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ. നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ, സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പഷ്മളാക്ഷിയെ, മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം, സർവകാരണനേകനചലൻ പരിപൂർണൻ, നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ, ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചീടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെയൊപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായികയാൽ. ജടായു സദ്ഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയുമടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാരനീ. തന്നൊങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാമവർക്കൊന്നോരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായോരു യാതുധാനനി കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം പിത്രസ്ഥ ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ, മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകും നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു, മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ. പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായികെന്നിന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധേ, തൃക്കഴലിന നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിടിനാനവനുടൽ. ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീയെല്ലാമെന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ. നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം. നിൻ തിരുവടി തന്നെ കണ്ടു കണ്ടിരിക്കവേ ബന്ധമറ്റീടും വണ്ണം മരിപ്പാനവകാശം
വന്നതു ഭവൽകൃപാപാത്രമാകയാലഹം പുണ്യപൂരുഷ പുരുഷോത്തമദയാനിധേ. നിൻ തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായാ മനുഷ്യരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. നിൻ തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം. ബന്ധവുമറ്റു മുക്തനായേൻ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക കുസുമ സമതൃക്കരതലം തന്നാൽ. ബന്ധുവത്സല ബന്ധം തൊട്ടരുളേണമെന്നാൽ നിൻ തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ. മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തുരഘുവരൻ. കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാലർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസീംനി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്തു. കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതിയവനുണ്ടാവാൻ പിത്രർത്ഥമായി. പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും. കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കെന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ബാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും. ശംഖാരി ഗദാപത്മമകുടപീതാംബരാദ്യങ്കിതരൂപം പൂണ്ട വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ. തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടുമുയരെ കൂപ്പി തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജടായുസ്തുതി. അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം. പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. महितकटाक्षविक्षपितामरशूजं महितावधि सुखमिन्दिरामनोहरं श्यामलं जटा मकुडोज्ज्वलं चापशर कोमलकराम्बुजं प्रणतोऽस्म्यहं रामं. भुवनकमनीयरूपमीडिदं शतरविभासुरमभीष्टप्रदं शरणदं सुरपादपमूलरचितनिलयनं सुरसञ्चयसेव्यं प्रणतोऽस्म्यहं रामं. भवकाननभव दहननामधेयं भवपङ्कज भवमुखदैवतं देवं दनुजपदि कोडि सहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामं. भवभावनाहरं भगवत्स्वरूपिणं भवभीविरहितं मुनिसेवितं परं भवसागर तरणां कृपोदकं नित्यं भवनाशायनिशं प्रणतोऽस्म्यहं रामं. गिरिशगिरिसुताहृतयाम्बुजवासं गिरिनायकधरं गिरिपक्षारिसेव्यं सुरसञ्चयदनुचेन्द्रसेवितपादं सुरमणिनिभं प्रणतोऽस्म्यहं रामं. परदारार्थपरिवर्जितमनीषिणां
പരപുരുഷഗുണ ഭൂതിസന്തുഷ്ടാത്മനാം പരലോകൈക ഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരവികസിതവക്ത്രാംഭോരുഹം സ്മിതഗോചരമസിതാംബുദകളേബരം സിതപങ്കജ ചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഹ സ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടിസുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമാത്മാ രാമം പ്രണതോസ്മ്യഹം രാമം സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നീടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠനങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. കബന്ധ ശാപമോക്ഷം. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നദ്ധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ. വക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം വക്ഷസി വക്രം വാലും തലയുമില്ലതാനും രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽഭുജമധ്യസ്ഥന്മാരായിതു കുമാരനാം കൽപ്പിതം ധാതാവിനാൽ എന്തെന്നാലതു വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരമാകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുലഭാവമെന്തിനി വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോവീരനുമതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിങ്കൽ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിങ്കലാരുമുണ്ടായിലിതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടനുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി.
പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരം. അതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തൊടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധവും നിൻ തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിൻ തിരുവടി തന്നെ മുന്നിലാം മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹം. രൂപയൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതിസുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകെന്നാൻ. തുഷ്ടനായ പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുന്നാൾ. വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നീടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞടുത്തേനഭിരുഷ. ശതകോടിയാൽ തലയറുത്തു ശതമുഖൻ വജ്രമേറ്റിടും മമ വന്നീല മരണമത്. തബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ വധ്യനല്ലായ്ക മൂലം പൃഥ്വിക്കു മഹേന്ദ്രനുമുത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയ. സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളുമുത്തമോത്തമ രഘുനായക ദയാനിധേ. വന്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കെ വെച്ചൊല്ലിയിടുവൻ. മേദിനി കുഴിച്ചിതിലിന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുദ്ധിതനായി കാണായി. ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനുമാനന്ദ വിവശനായി കൊൾമയിർക്കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ തുതിച്ചു തുടങ്ങിനാൻ. കബന്ധസ്തുതി. നിൻ തിരുവടിയുടെ തത്വമീതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവു മറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം. അവ്യക്തമതിസൂക്ഷ്മമായോരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേകം അന്യൽ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാലജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരിക്തം. മങ്ങീടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം
സൂക്ഷ്മദേഹം ഹൈരണ്യമധുവിരാട് പുരുഷനതിസ്ഥൂലം ഭാവനാവിഷയമായൊന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്വം ഹേതുനാ മഹത്തത്വാദ്യാവൃതാ സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം പാതാളം പാദമൂലം പാത്നികൾ മഹാതലം നാഥതേ ഗുൽഭം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതും സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയേണം തുണ്ഡമായതു ജനലോകമെന്നതു നൂനം സംഘദേശം തേ തപോലോകമങ്ങതിന്മീതെ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമജഗൽ പ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതും മനസ്സായതും ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രങ്ങൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതും മോഹകാരിണി മഹാമായ വാസനാസൃഷ്ടിസ്തവാപാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ ദിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥിവീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൌഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ത്രക്ഷ്യനാം തേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസ്സെന്നറിയണം പുഷ്ടമാം മഹിമതേ കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലമിതിൽ കാളും മുഖ്യമായിരിപ്പോന്നിതി കാണായ രൂപമെപ്പോഴും തോന്നിയിടേണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാവേക്ഷുകരം ജഡവൽക്കല വിഭൂഷണം കാനനേ വിജിന്വന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിനായളം ചിന്തിക്കുന്നേൻ ആനുവംസോത്ഭുതനാം ഭഗവാൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിൻതിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിൻതിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്തത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ രാമഭദ്രായ പരമാത്മനേ നമോ നമോ രാമചന്ദ്രായ ജഗൽസാക്ഷിനേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രസേവ്യ പാഹി മാം ദയാനിധേ നിൻമഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി ഗംബുജ വിലോചന
സന്തതം നമസ്കാരം ഇത്തമർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു, സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചലഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം ഭാവിക്ക നീ മൽപ്രസാദത്താലെടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പാൻ ഞാനീ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കതപ്പതനമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലാം മാറു കാണാം മതംഗാശ്രമം, തത്ര സംപ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി. ത്വൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായെപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും. അവൾ അവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശബര്യാശ്രമപ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്ത്യാ സമ്പതിച്ചിതു പാദാംബോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണശ്രു നേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലേ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു മൂലഫലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യനായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോട് ചൊന്നാരവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വധിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവതാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കുപോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടുമധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനുമിങ്ങുൾക്കമലത്തിൽ അറിയപ്പോകാതയാനിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ, ഉത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജനസംഗം, പിന്നെ മൽകഥാലാപം രണ്ടാം സാധനം, മൂന്നാമതം മൽഗുണേരണം, പിന്നെ മദ്വചോ വ്യാഖ്യാതൃതം
മൽക്കലാജാതാചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം ഉക്തമായിതു ഭക്തിസാധനം നവവിധമുത്തമേ. ഭക്തി നിത്യന്മാർക്കുള്ളു വിചാരിച്ചാൽ തിര്യഗ്യോനി ജനങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാൻ. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യന്നുത്തമ തപോധനെ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഠ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തപോധനെ. ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം കേനവാനീത സീതാമൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാറാദരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി. ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാ തണ്ടലർമകളെ ഞാൻ. മുമ്പിലാം മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ. പശ്യ പർവ്വതമരമൃശ്യമൂകാഖ്യം അത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ക ഭവാനവന വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോട് ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവ മേ തീർക്കേണം മയാ കൃതബന്ധനം ദയാനിധേ. ശബരീമുക്തി. ഭക്തിപൂണ്ടിദ്ധമുക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നില്ലെത്തിനും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനീ ഭദ്രേ പരമേശ്വരീ പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ.
അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദത്തിൽ ആരണ്യകാന്ഡം സമാപ്തം.